ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഷഷ്ടിയാണ് വരാൻ പോകുന്നത്. ഫാൽഗുന മാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ടി, കുംഭമാസത്തിലെ ഷഷ്ടി. ഷഷ്ടി തിഥി ആരംഭിക്കുന്നത് 2026 ഫെബ്രുവരി മാസം 22-ാം തീയതി രാവിലെ 11:09 മുതൽ 23-ാം തീയതി രാവിലെ 9:09 വരെയാണ്. ഫാൽഗുന മാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ടിയായി നമ്മൾ ആചരിക്കുന്നത് 2026 ഫെബ്രുവരി 22-ാം തീയതിയാണ്. സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതിനായിട്ടാണ് ഷഷ്ടി വ്രതം നമ്മൾ ആചരിക്കുന്നത്. ഷഷ്ടി ദിവസം പ്രാർത്ഥിക്കേണ്ടുന്ന ദേവത സുബ്രഹ്മണ്യ സ്വാമിയാണ്. ജാതകദോഷങ്ങൾ, മുൻജന്മദോഷങ്ങൾ, കർമ്മദോഷങ്ങൾ, പ്രാരാബ്ധ ദോഷങ്ങൾ, കണ്ണുദോഷങ്ങൾ, സന്താനങ്ങൾക്കുള്ള ദോഷങ്ങൾ, ഇങ്ങനെ ഒരിക്കലും ഈ ഒരു ദുരിതത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടില്ല, ഇതെൻ്റെ വിധിയാണ് എന്ന് കരുതിയിരിക്കുന്ന ദോഷങ്ങൾ പോലും ഷഷ്ടി വ്രതം എടുത്താൽ മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ചൊവ്വാഗ്രഹത്തിൻ്റെ അധിപനാണ് മുരുകദേവൻ. അതുമാത്രമല്ല മഹാജ്യോതിഷിയാണ്. അതുകൊണ്ട് തന്നെ തലയിലെഴുത്ത് എന്ന് പറയുന്ന ഒരു സാധനം പോലും മാറ്റി എഴുതുവാൻ പ്രാപ്തിയുള്ള സ്വാമിയാണ് വേലായുധ സ്വാമി. എങ്ങനെയാണ് ഷഷ്ടിവ്രതം എടുക്കേണ്ടത്? ആർക്കൊക്കെ എടുക്കാം? എല്ലാവർക്കും എടുക്കാം. കുട്ടികൾക്കെടുക്കാം, അമ്മമാർക്കെടുക്കാം, അച്ഛന്മാർക്കെടുക്കാം, പ്രായമായ ആളുകൾക്കെടുക്കാം, ഗർഭിണികളായ ആളുകൾക്കെടുക്കാം. ഒക്കെ എല്ലാവർക്കും ഷഷ്ടിവ്രതം എടുക്കാവുന്നതാണ്. ഷഷ്ടിവ്രതത്തിൻ്റെ തലേ ദിവസം, ഇത്തവണ 22-ാം തീയതിയാണ്, 21-ാം തീയതി പൂർണ്ണമായ സസ്യാഹാരം ശീലിക്കുകയും ഒരിക്കൽ മാത്രം അരിഭക്ഷണം കഴിക്കുകയും തലേ ദിവസം സന്ധ്യയ്ക്ക് മുമ്പ് ആഹാരം കഴിച്ച് നിർത്തുകയും ചെയ്യുക. കഴിയുന്നതും ഉള്ളി, വെളുത്തുള്ളി തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താതെ ഇരിക്കുക. ഷഷ്ടി ദിവസം എങ്ങനെ എടുക്കണം, എങ്ങനെയായിരിക്കണം എൻ്റെ ഷഷ്ടി എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക. ചിലർ ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന ചോറ്, അതായത് പച്ചരിച്ചോറ്, ഉണക്കലരിച്ചോറ് എന്ന് പറഞ്ഞാൽ നമ്മൾ മേടിക്കുന്ന ആ നേദ്യച്ചോറ് ഉപ്പും മുളകും ഒക്കെ കൂട്ടി കഴിക്കും, മോര് കൂട്ടി കഴിക്കാം. ചിലർ ഉപവസിക്കും, ചിലർ ഉച്ചയ്ക്കായിരിക്കും കഴിക്കുന്നത്, ചിലർ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷമായിരിക്കും ഈ ചോറ് കഴിക്കുന്നത്. ചിലർ പാലും പഴങ്ങളും കഴിച്ചിരിക്കും, ചിലർ പാല് മാത്രം കുടിച്ചിരിക്കും, ചിലർ പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചിരിക്കും, ചിലർ പൂർണ്ണമായ ഉപവാസം എടുക്കും, ചിലർ ജലം മാത്രം കുടിച്ചിരിക്കും. നമ്മുടെ ഇഷ്ടം. എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. നമ്മുടെ ആരോഗ്യസ്ഥിതി, മറ്റ് സാഹചര്യങ്ങളൊക്കെ നോക്കി ചെയ്യുക. പിറ്റേ ദിവസം, അതായത് 23-ാം തീയതി 9:09 വരെയാണ് ഷഷ്ടിയുള്ളത്. അതുകൊണ്ട് തന്നെ 9:09 ശേഷം എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. 9:09 ശേഷം, അതായത് ഭാരതത്തിലുള്ള മനുഷ്യരെല്ലാവരും തന്നെ ഒരു 9:30 ശേഷം അല്ലെങ്കിൽ ഒരു 10 മണിയോട് കൂടി നിങ്ങളുടെ ആ ഷഷ്ടിവ്രതം അവസാനിപ്പിച്ചു കൊള്ളുക. 10 മണിയെന്ന് നിശ്ചയിക്കുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്പം സമയം മാറിയാലും തെറ്റില്ല. 10 മണിയോടുകൂടി നാമം ജപിച്ച് തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അന്നേ ദിവസം മുരുകദേവന് മഞ്ഞപ്പട്ട് സമർപ്പിക്കാം, മഞ്ഞപ്പൂക്കൾ കൊണ്ടുള്ള അർച്ചനകൾ ചെയ്യാം, നാരങ്ങാമാല സമർപ്പിക്കാം. അതിനേക്കാളൊക്കെ ഏറ്റവും ശ്രേഷ്ഠം അഭിഷേകമാണ്. അഭിഷേകം ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ എന്താണോ നമുക്ക്, ഏത് ദ്രവ്യം കൊണ്ടാണോ നമുക്ക് അഭിഷേകം ചെയ്യാൻ പറ്റുന്നത് ആ ദ്രവ്യം ഉപയോഗിച്ചിട്ട് അഭിഷേകം ചെയ്യുക. തമിഴ്നാട്ടിലൊക്കെ വളരെ ശക്തമായ രീതിയിലാണ് ഷഷ്ടിവ്രതം എടുക്കുന്നത്. കാരണം വിളിച്ചാൽ പെട്ടെന്ന് വിളി കേൾക്കുന്ന ദേവനാണ് മുരുകദേവൻ. അവർ ഒന്നും കഴിക്കില്ല. തീരെ വിശപ്പോ എന്തെങ്കിലും ക്ഷീണമോ തോന്നിക്കഴിഞ്ഞാൽ ഒരു കുരുമുളക് വായിലിട്ടിങ്ങനെ ചവയ്ക്കും.
അത്ര മാത്രമേ അവർ ചെയ്യാറുള്ളൂ. ഒരിക്കലും നമുക്ക് ഈ ഒരു ദുരിതത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് കരുതി വിഷമിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. അവരൊക്കെ മുരുകദേവനെ പ്രാർത്ഥിച്ചു കൊള്ളുക, ഷഷ്ടിവ്രതം എടുത്തുകൊള്ളുക. ഉറപ്പായിട്ടും മാറ്റമുണ്ടാകും. കാരണം നമ്മൾ പലപ്പോഴും അനുഭവിക്കുന്ന നമ്മുടെ ദോഷങ്ങൾക്കെല്ലാം കാരണം നമ്മുടെ കർമ്മദോഷങ്ങളാണ്. അത് ഈ ജന്മത്തിൽ മാത്രമല്ല, മുൻ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലം ഇപ്പോഴും നമ്മളെ വിട്ടുപോകാതെ ഇരിക്കുന്നുണ്ടാകും. നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ ചെയ്യുന്ന ദോഷം പോലും നമ്മളെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏക പോംവഴി. സ്വാമിനാഥൻ എന്ന ഒരു പേര് സുബ്രഹ്മണ്യ സ്വാമിക്കുണ്ട്. സ്വാമിനാഥൻ ആരാണ്? മുരുകദേവനാണ്. എന്തുകൊണ്ടാണ് മുരുകദേവന് സ്വാമിനാഥൻ എന്ന പേര് കിട്ടിയത്? ഇവിടെ സ്വാമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ശിവനെയാണ്. അപ്പോൾ ശിവന്റെ നാഥനാണോ? അങ്ങനെ ഒരു സംശയം ഇവിടെ ഉണ്ടാകും. അതിന് ഒരു കഥ പറയുന്നുണ്ട് സ്കന്ദപുരാണത്തിൽ. അതായത് കൈലാസത്തിലേക്ക് ബ്രഹ്മദേവൻ വരികയാണ്. മഹാദേവനെ കാണാനായിട്ടാണ് വരുന്നത്. ബ്രഹ്മദേവൻ ഇങ്ങനെ വരുന്ന വഴിക്ക് മുരുകദേവൻ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. മുരുകദേവനെ പക്ഷേ കാണാത്തതുപോലെ ബ്രഹ്മദേവൻ അങ്ങനെ പോയി. മുരുകദേവനെ കണ്ടിട്ടും മൈൻഡ് ചെയ്തില്ല. അത് മുരുകദേവന് വല്ലാത്ത ദേഷ്യമുണ്ടാക്കി. ബ്രഹ്മദേവൻ സൃഷ്ടികർമ്മം ചെയ്യുന്ന ആളാണ്. വേദങ്ങൾ ബ്രഹ്മദേവന്റെ മുഖത്തു നിന്നാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. അപ്പം അത്രത്തോളം അറിവുള്ളവനാണ്. എന്നിട്ടും അഹങ്കാരത്തോടുകൂടി കടന്നുപോയി. വിദ്വാൻമാർക്ക് അഹങ്കാരം നല്ലതല്ല, അവർക്ക് വിനയമുണ്ടാകണം. അക്കാര്യം മുരുകദേവന് തോന്നി. അങ്ങനെ ബ്രഹ്മദേവനെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചു. എന്നിട്ട് ഈ കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. അവസാനം മുരുകദേവൻ ബ്രഹ്മദേവന്റെ തലക്കിട്ടൊരു അടി കൊടുക്കുകയും പിടിച്ച് കാരാഗ്രഹത്തിലിട്ട് പൂട്ടുകയും ചെയ്തു. അതോടുകൂടി സൃഷ്ടികർമ്മം നടക്കുന്നില്ല എന്ന അവസ്ഥ വന്നു. ബ്രഹ്മദേവനെ ജയിലിലിട്ടിരിക്കുകയാണ്, തടവറയിലിട്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ബ്രഹ്മദേവനെ മോചിപ്പിക്കണം. അതിനുവേണ്ടി ദേവന്മാരെല്ലാവരും കൂടി ശിവനെ വന്ന് കണ്ടിട്ട് സങ്കടം പറഞ്ഞു. മഹേശ്വരൻ മകനെ വിളിച്ചു. എങ്ങനെയെങ്കിലും ബ്രഹ്മദേവനെ പുറത്തിറക്കണം, അതിൻ്റെ ആവശ്യകതയെ പറഞ്ഞ് മനസ്സിലാക്കി. അച്ഛൻ പറഞ്ഞതനുസരിച്ചിട്ട് ബ്രഹ്മദേവനെ മുരുകദേവൻ തുറന്നുവിട്ടു. അതിനുശേഷം പരമേശ്വരൻ തൻ്റെ മകനെ മാറോടണച്ച് ചുംബിച്ചു. അതിനുശേഷം പ്രണവം എന്ന് വെച്ചാൽ എന്താണ്? വന്ദനം. പ്രണവമന്ത്രത്തിൻ്റെ അർത്ഥം ഒന്ന് ഉപദേശിച്ചു തരാമോ എന്ന് അച്ഛൻ മകനോട് ചോദിക്കുന്നു. അതായത് മകൻ്റെ ശിഷ്യത്വം അച്ഛൻ സ്വീകരിക്കുകയാണ്. അങ്ങനെ ഗുരുസ്ഥാനത്തിരിക്കുകയാണ് ആര്? വേലായുധസ്വാമി. അങ്ങനെ പുത്രൻ ഗുരുസ്ഥാനത്തിരുന്നു കൊണ്ട് പിതാവിനെ ഉപദേശിച്ചു. ജഗത് പിതാവായ പരമേശ്വരൻ പ്രണവസ്വരൂപനായ അറുമുഖദേവന്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും അങ്ങനെ ജ്ഞാന ഉപദേശം നേടുകയും ചെയ്തു. അത്ഭുതകരമായ ഈ സംഭവം നടന്നത് തഞ്ചാവൂർ എന്ന ജില്ലയിലുള്ള സ്വാമിമല എന്ന പുണ്യ സ്ഥലത്ത് വെച്ചാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതാണ് സ്വാമിനാഥൻ എന്ന പേരിൽ മുരുകദേവൻ അറിയപ്പെടുന്നത്. ഇവിടെ പരമശിവനും ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. അതായത് വേണ്ടി വന്നാൽ തൻ്റെ മക്കളിൽ നിന്നു പോലും അറിവ് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്ന് ജഗത് പിതാവായ മഹേശ്വരൻ തന്നെ കാണിച്ചു തരികയാണ്. അതായത് അറിവ് ആരിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം. എത്ര ചെറിയവനാണെന്ന് നമുക്ക് തോന്നുന്ന ആളിൽ നിന്നും അറിവ് സ്വീകരിക്കാം, അവരെ ബഹുമാനിക്കാം. ഇത് പരമേശ്വരൻ തന്നെ നമുക്ക് കാണിച്ചു തരുന്നു. ബ്രഹ്മാവിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്
സാക്ഷാൽ ജ്ഞാനമൂർത്തിയാണ് മുരുകൻ. എല്ലാ അറിവുകളുടെയും നിറകുടമാണ്. പാർവതീദേവിയുടെ ജ്ഞാനമാകുന്ന പാൽ കുടിച്ചതുകൊണ്ടാണ്, ജ്ഞാനപ്പാൽ കുടിച്ചതുകൊണ്ടാണ് മുരുകന് ഇത്രയും ജ്ഞാനമുണ്ടായത്. അങ്ങനെയുള്ള മകൻ്റെ മുമ്പിൽ പോലും മഹാദേവൻ പോലും ശിഷ്യനായിരുന്നു കൊടുത്തു. അച്ഛനെ ഉപദേശിച്ചു മകൻ. അതുകൊണ്ടാണ് സ്വാമിനാഥൻ എന്ന് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മദേവൻ പ്രണവമന്ത്രത്തിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടാതെ മുരുകനെ ബഹുമാനിക്കാതെ കടന്നുപോയത്. അങ്ങനെ വിനയമില്ലാത്തവനും പ്രണവമന്ത്രത്തിൻ്റെ അറിവ് ആ ഒരു ജ്ഞാനം അറിയാത്തവനുമായ ബ്രഹ്മദേവൻ സൃഷ്ടികർമ്മം ചെയ്യുന്നത് ശരിയല്ല എന്ന് ആ സമയത്ത് മുരുകന് തോന്നുന്നു. അറിവില്ലാത്തവരെ ഭരിച്ചാലുണ്ടാകുന്ന അവസ്ഥ ഇല്ലേ? ഭരണകർത്താക്കൾക്ക് വേണ്ട വിധത്തിലുള്ള അറിവില്ലെങ്കിൽ അവർ നമ്മളെ ഭരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അറിവില്ലാത്ത ഒരാൾ അടുക്കളയിൽ കയറി കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ ആ കൂട്ടാൻ്റെ അവസ്ഥ എന്തായിരിക്കും? അറിവില്ലാത്ത ഒരാൾ സ്കൂളിൽ വന്ന് കുട്ടികളെ പഠിപ്പിച്ചാൽ, അറിവില്ലാത്ത ഒരു ഡോക്ടർ ആളുകളെ ചികിത്സിച്ചാൽ എന്താണ് അവസ്ഥ? അതാണ് ഇവിടെ മുരുകദേവൻ പറയുന്നത്. മിനിമം നിലയിലുള്ള അറിവെങ്കിലും ഉണ്ടാകണം. മറ്റുള്ളവരെ ബഹുമാനിക്കാൻ ശീലിക്കണം. അതാരുമായിക്കോട്ടെ. അതുകൊണ്ടാണ് ജ്ഞാനപ്പൊരുളായ തൻ്റെ പുത്രൻ്റെ അടുക്കൽ ശിഷ്യത്വം മഹേശ്വരൻ സ്വീകരിച്ചത്. മഹാദേവൻ അത് കാണിച്ചു തരികയാണ്. നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. വിനയമുള്ളവരായിരിക്കണം. നമ്മളെക്കാൾ പ്രായത്തിൽ ചെറിയ ആളുകളാണ് എങ്കിൽ പോലും അവരിൽ നിന്ന് വേണ്ട അറിവുകൾ സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകണം. ആ സമയത്ത് ഗുരുസ്ഥാനത്തിരുന്നു കൊണ്ടാണ് അച്ഛൻ ഉപദേശിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു ശിഷ്യഭാവത്തിൽ ഇരുന്നു കൊണ്ട് മഹേശ്വരൻ എങ്ങനെയാണോ അത് മനസ്സിലാക്കിയത് അതേപോലെ നമ്മളും ചെയ്യണമെന്നുള്ള വലിയ പാഠമാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഷഷ്ഠി മറക്കാതെ എല്ലാവരും എടുക്കുക. ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ എല്ലാവരും ഭഗവാന്റെ കീർത്തനങ്ങൾ ജപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പുലയും ബാലായ്മയും ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുകയില്ല. പക്ഷേ നിങ്ങൾ ശുദ്ധാഹാരം കഴിച്ച് വീട്ടിൽ തന്നെ അല്പം ഉണക്കലരിയൊക്കെ മേടിച്ച് വറ്റിച്ച് അല്പം ചമ്മന്തിയും മോരും ഒക്കെ കൂട്ടി കഴിച്ച് ആഹാരത്തിലൊക്കെ ആ ഒരു നിഷ്ഠയൊക്കെ വരുത്തി നാമം ജപിച്ചിരുന്ന് പിറ്റേ ദിവസം ആ ഒരു സമയത്ത് അല്പം വെള്ളം കുടിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഷഷ്ഠി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. എല്ലാവരും ഈ വീഡിയോയുടെ താഴെ ഓം ശരവണ ഭവായ നമ എന്ന് എഴുതുക. എത്ര തവണ എഴുതാൻ സാധിക്കുന്നുണ്ടോ അത്രയും തവണ എഴുതുക. ഏറ്റവും കുറഞ്ഞത് 6 തവണയെങ്കിലും എഴുതണം. വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കമൻ്റായിട്ട് എഴുതിക്കൊള്ളുക. എഴുതുമ്പോൾ നമ്മുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് എഴുതുക. ഏറ്റവും കുറഞ്ഞത് 6 തവണയെങ്കിലും എഴുതണം. 6ൻ്റെ ഗുണിതങ്ങൾ എത്ര വേണമെങ്കിലും എഴുതാം. 108 തവണ എഴുതാം, 1008 തവണ എഴുതാം. നിങ്ങളുടെ വീട്ടിലൊരു നോട്ട് ബുക്ക് എടുത്തു വെച്ച് അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കാം. എഴുതുന്ന സമയത്ത് പറഞ്ഞെഴുതുക. തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞെഴുതുമ്പോൾ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ ഇങ്ങനെ മാറിപ്പൊക്കോണ്ടിരിക്കും. വീഡിയോയുടെ താഴെ നിങ്ങളൊരു 6 തവണ എഴുതിക്കൊള്ളുക. വീട്ടിലിരുന്ന് ഒരു നോട്ട് ബുക്ക് മേടിച്ചു വെച്ച് അതിനകത്ത് നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുക. ഓം ശരവണ ഭവായ നമ. തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. 100% ഉറപ്പാണ്. വിശ്വസിച്ചെഴുതണം. അല്ലാതെ ഒരു പരീക്ഷണം എന്ന നിലയിൽ ചെയ്യരുത്. വിശ്വസിച്ച് ഭഗവാൻ എന്നെ രക്ഷിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് എഴുതിക്കൊള്ളുക. തീർച്ചയായിട്ടും മാറ്റമുണ്ടാകും. ആഹാരക്കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഉഴുന്നുകൊണ്ടുള്ള ഒരു കാര്യം ഉപയോഗിക്കാറില്ല. അതായത് പപ്പടം ഉപയോഗിക്കാറില്ല, ഇഡ്ഡലി ദോശ അതൊന്നും ഉപയോഗിക്കാറില്ല, ഉഴുന്നുവട അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കില്ല. പിന്നെ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു കാര്യമെന്ന് പറയുന്നത് സാമ്പാറിനൊക്കെ ചേർക്കുന്ന പുളി, വാളംപുളി, അത് ഉപയോഗിക്കാറില്ല. ചമ്മന്തിയൊക്കെ അരയ്ക്കുകയാണ് അല്ലെങ്കിൽ മുളകൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ പുളി ചേർക്കരുത്. അതിന് പകരം നാരങ്ങാനീരാണ് ചേർക്കുന്നത്. മോരുപയോഗിക്കാം.
പഴയ അച്ചാറുകൾ അതൊന്നും ഉപയോഗിക്കാറില്ല. വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങൾ ചേർന്ന പഴയ അച്ചാറുകൾ അത് ഉപയോഗിക്കാറില്ല. ചോറ്, മോര്, ചമ്മന്തി അരയ്ക്കുകയാണെങ്കിൽ നാരങ്ങാനീര് ചേർത്ത് ചമ്മന്തി, അല്ലെങ്കിൽ പുളിയില്ലാത്ത ചമ്മന്തി, മോര്, ചമ്മന്തി അല്ലെങ്കിൽ മുളക്, ഇതൊക്കെ കൂട്ടിയാണ് ഒരു നേരം കഴിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത്. പഴങ്ങളാണെങ്കിൽ ചിലർ ഏത്തപ്പഴം കഴിക്കാറില്ല. കാരണം ഏത്തപ്പഴം കഴിച്ചാൽ ഒന്നാമത് ഏത്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് ഉണ്ടാകും. പിന്നെ അതൊരു കംപ്ലീറ്റ് മീല്, അല്പം കൊഴുപ്പ് കൂടുതലുള്ള ഒരു പഴമാണ് എന്ന് കരുതിയിട്ടാകാം ഒരുപക്ഷെ ഏത്തപ്പഴം പലരും ഉപയോഗിക്കാത്തത്. എങ്കിലും ഗർഭിണികളായിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്ന ആളുകൾ ക്ഷീണമുണ്ടാകും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഏത്തപ്പഴം പുഴുങ്ങി കഴിച്ചുകൊള്ളുക. അങ്ങനെ കഴിക്കുന്നതിൽ തെറ്റില്ല. അതല്ലാതെ സാധാരണ ഏത്തപ്പഴം ഉപയോഗിക്കാറില്ല. കഴിച്ചു എന്ന് കരുതി ദോഷമൊന്നും ഉണ്ടാകില്ല. ശ്രദ്ധിച്ചു കഴിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ നോൺ വെജ് ഒന്നും ഉപയോഗിക്കാറില്ല. ചായ കുടിക്കാം, ചായ കുടിക്കുന്നതിൽ തെറ്റില്ല. ഒരു ചായ രാവിലെയും വൈകുന്നേരമൊക്കെ ഓരോ ചായയൊക്കെ വെച്ച് കുടിക്കാം, അതിൽ തെറ്റില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ആ ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കി വ്രതമെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും കഴിയുമെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാന് അഭിഷേകത്തിന് കൊടുക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓം ശരവണ ഭവായ നമ എന്ന് നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സ്കന്ദപുരാണത്തിലെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ.